ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് കുറ്റപ്പെടുത്തൽ. നമുക്കൊരു സ്വഭാവമുണ്ട്, പൊതുവെ എന്ത് പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ അതിലുണ്ടാവും. ഇന്നത്തെ പ്രസംഗം നല്ല തന്നെയാണ് പറയണ്ടെന്നാ പറഞ്ഞത്, പക്ഷേ എന്തൊക്കെ ഒന്ന് വരും. 4 ദിവസത്തെ പരിപാടി എങ്ങനെയുണ്ട്? പരിപാടിയെല്ലാം മൊത്തത്തിൽ നോക്കും, മൊത്തത്തിലേ 80% മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഉഷാറുണ്ട്. പക്ഷേ ഒരു സാധനം എന്തായാലും പറയും. അങ്ങനെയല്ല. ശരിക്കും ഒരു ഭർത്താവിന് ഭാര്യൻ്റെ സ്നേഹം കിട്ടാൻ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യം നല്ലത് പറഞ്ഞാൽ മതി. ഒന്ന്, അവർ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഇന്നിവിടെ ഫുഡ് ഉണ്ടായിരിക്കുന്നതെല്ലാം പ്രത്യേകം ഓർമ്മപ്പെടുത്തണ്ടേ? അതെ, പറഞ്ഞ് ചിരിക്കുന്നുണ്ടോ? അപ്പം ഇന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കൽ, ഇന്നത്തെ വയല് ഇതാണല്ലോ. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഭാര്യനോട് നമ്മൾ വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് നീ ആക്കിയത് ഒറ്റ മന്തി മാഷാ എപ്പോ? നേരത്തെ ആക്കിപ്പോയതാ, ചൂടോടെ ഉണ്ടല്ലോ ആ പാത്രത്തിലിട്ടാണ്. മാഷാല്ലാ, ഈ ഒറ്റക്കാക്കിയതാണ്, മയോണൈസും മറ്റല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാ എന്ന് പറഞ്ഞാൽ ഓർക്കും മനസ്സിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. കല്യാണം കഴിച്ച പാട് ഭാര്യമാരെപ്പോഴും ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിനാണെന്നറിയാം, അടിച്ച് തിന്നിട്ട് ആംബുലൻസിൻ്റെ ഓൺ അടിക്കുന്ന മുതൽ ബാഗ് പറയുന്നതിന് പകരം തിന്നിട്ടൊരു അഭിപ്രായം പറയൂ സാറേ എന്നതിൻ്റെ അർത്ഥം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ചങ്ങായി ഇതിനൊന്നും പറ്റിയ ആളല്ല എന്ന് കണ്ടാൽ ഭാര്യ കട്ടിൻ്റെ മേലെ കടന്നിട്ട് ഒരു ചെറിയ തലവേദനയുണ്ട്, ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മ അച്ചാറ് കൂട്ടിയാൽ തന്നെ പറയല്, അച്ചാറല്ലേ ഭയങ്കര എരിവാന്നല്ല. ഓളെ മനസ്സിൽ എരിവേ ഉണ്ടാവും, അച്ചാർ നല്ല എന്നുള്ള വാക്കുണ്ടാവില്ല. പോസിറ്റീവ് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഫിസിക്സിൻ്റെ ടീച്ചറോട്, ടീച്ചർ ഇന്നത്തെ ക്ലാസ് അടിപൊളി ക്ലാസ്, സമയം പോയത് അറിഞ്ഞിട്ടില്ല. ടീച്ചറെ ക്ലാസ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടീച്ചർ പോയിന്റ് ബേസ് എക്സാമിന് വരുന്നത് ഏറെക്കുറെ നമുക്ക് പറഞ്ഞുതരും. അടിപൊളി ക്ലാസ് ടീച്ചർ ക്ലാസ്സിലൊക്കെ, പക്ഷേ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തുപ്പ് നീര് തെറിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാലുണ്ടല്ല, അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടാ. ഈ പക്ഷേ ഇട്ടിട്ടൊന്നും പറയരുത്. പിന്നെ പറയാണ്ടിരിക്കുന്നതല്ലേ. ഭാര്യ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഇന്ന് രാത്രിത്തെ ഫുഡിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ പെണ്ണുങ്ങന്മാർ തിരിച്ച് അറ്റാക്ക് ചെയ്യും. എപ്പം വേണേ വേല കേട്ടോണ്ടല്ലേ. അപ്പോൾ ഓരോട് പറഞ്ഞാൽ മതി, വേല കേട്ടിട്ട് എന്നല്ലേ നന്നായാലും എല്ലാ സൂഫിയാക്കളും അങ്ങനെ തന്നെയല്ലേ നന്നായത്, അത് ഇന്നു മുതൽ നന്നാവുന്നു. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ ഭാര്യൻ്റെ സ്നേഹം കിട്ടുന്ന 2ാമത്തെ കാര്യം, ഭാര്യ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അല്ല ഫാത്തിമ, ഇതേതാ ഡ്രസ്സ്, നീ ഇത് ഇട്ടൊരു 3-4 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ മൊഞ്ചത്തി എന്ന് പറഞ്ഞാൽ ഓക്കെന്നെ എന്തോ മടമ്പോന്തി ചെരുപ്പിട്ട മതിരി ഉണ്ടാവും. ഓരോരോ ഇങ്ങനെ തന്നെയല്ല കഴിഞ്ഞ പെരുന്നാൾക്ക് എന്ത് ഒരു നല്ല രസായനല്ലേ അങ്ങനെ പറഞ്ഞോളൂ. ഇത് പറയാത്തോണ്ടാണ് എപ്പോൾ ആ കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായിട്ടിട്ട് എന്നെ വരുന്നത്. പറയോ നമ്മ? ഇല്ല, പറയൂല. കയറിപ്പോയ പാടന്നെ എന്താ തിന്നാനില്ലേ എന്നാ ചോദിക്കല്. അങ്ങനെ പകരം അവരെ ഒന്ന് പരിഗണിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെക്കടി തിരക്കായതുകൊണ്ട് പിന്നെ സമയം ഉണ്ടാവില്ല അല്ലേ. ഇശായിന് ശേഷം ശരിക്കും സംസാരം കറാത്ത 5 കാരണങ്ങളാണ് അതിന് ഉമറുൽ ബുൽഖീനി തങ്ങൾ തദ്കിറയിൽ പറയുന്നത്. യാ റബ്ബേ, ഞാൻ നോക്കിയ കിതാബുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുള്ള കിതാബാണ് ഈ പറഞ്ഞത്. അത്തദ്കിറ എന്നൊരു ഗ്രന്ഥമുണ്ട് ഉമറുൽ ബുൽഖീനി തങ്ങളുടെ. അതിൽ കാണാം 5 കാരണങ്ങളാണ്. 5 പറയല്ല, അതിലൊരു കാരണം എന്താ പറയുക, ഇശാ നിസ്കരിക്കലോടുകൂടി എല്ലാ ദോഷവും പൊറുക്കും. നീ വെറുതെ സംസാരിച്ച് വാട്സപ്പിൽ കളിച്ചിട്ട് സമയം കളയണ്ട. 8:30 12:30 അല്ലായിട്ട് അങ്ങനെ വേൾഡ് കപ്പ് ഷെഡ്യൂൾ, മനസ്സിലായില്ലേ? സംഭവം. അപ്പോൾ പക്ഷെ സംസാരം കറാത്തില്ല. ഏത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന കറാത്തില്ല. കാരണം അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരം. അപ്പം നമ്മൾ ഈ കുറ്റപ്പെടുത്താതെ എല്ലാവരും നല്ലത് പറഞ്ഞ് ശീലിച്ച് ജീവിച്ചു നോക്കിയേ, നാട്ടിൽ നന്മകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമും
അഥവാ മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന SSFന്റെ പ്രായമുള്ള ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി എടുത്തതാണ് കാബ. ആ കാബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നത് നമ്മളും എന്താക്കണം, കൂടെ നിൽക്കണം. പ്രാസ്ഥാനിക മുന്നേറ്റം ഉണ്ടാവും. എല്ലാവരും ചേർത്ത് നിർത്തണം. അബദ്ധം സംഭവിച്ചവരൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തണം. ഒരു കാക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, ഒരു ടീം സ്വർഗത്തിലെത്തും. അവരുടെ പ്രത്യേകത അഫ്ഇദത്തുഹും മിസ്ല അഫ്ഇദത്തി ത്വയ്ർ, അവരുടെ മനസ്സ് പക്ഷി മനസ്സ് പോലെയാണ്. എന്താ പ്രത്യേകത? പക്ഷികൾക്ക് ഭയങ്കര ഖേദാണ് എല്ലാവർക്കും. ഒരു കാക്ക ഇലക്ട്രിക് കമ്പിക്ക് തട്ടിയിട്ട് ഷോക്കേറ്റിട്ട് താഴെ വീണാൽ ബാക്കി കാക്കകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എന്താ ചെയ്യല്? നീ സ്നാപ്പ് ചാറ്റിങ് എടുക്കുക, ഇൻസ്റ്റ എടുക്കുക, ഫേസ് എടുക്കുക, അങ്ങനെയൊന്നും അല്ല ആക്കല്. പിന്നെ എന്താ ചെയ്യല്? ആക്സിഡന്റിൽ കുടുങ്ങിയ ബൈക്ക്, അങ്ങനെയല്ല അമ്മ ചെയ്യല്, അങ്ങനെയല്ല. കാക്ക എന്താ ചെയ്യല്? കാ കാ, ചെറിയ പരിക്കുള്ളൂടോ, എണീക്ക, ആ കാ കാ പാ പാ, അങ്ങനെ എണീപ്പിക്കും. വീണാളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അന്നേ പറഞ്ഞിട്ടില്ലേ ഈ പണിക്ക് പോണ്ടാന്ന്? അങ്ങനെയല്ല അമ്മ പറയേണ്ടത്. ഒരു രോഗിയുടെ അടുത്ത് പോയി, ആ രോഗി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ കാല് തെന്നി അവൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീലിട്ടിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് അയൽവാസിയായ സ്ത്രീ പോയിട്ട്, നിന്റെ വികല് കണ്ടത് ഞാൻ വിചാരിച്ചിൻ്റെ 2 കാലും പൊട്ടിന്ന്. അയ്യേ, ഇങ്ങനെ പറയണ്ടത്, ഇങ്ങനെ പറയേണ്ടത്. സുഗുണ്ട മോനെ, ആ റാത്താ മോനെ, വീണു പോയതല്ലേ. അങ്ങനെയാണ് കുട്ടികളോട് പറയേണ്ടത്. ഇതാണ് ഇസ്ലാം. രോഗിക്ക് പ്രയാസമുള്ള ഒന്നും പറയരുത് എന്ന് ഇസ്ലാമിലില്ലേ? രോഗിയോട് പാലിക്കേണ്ട കുറേ മര്യാദകളിൽ ഇസ്ലാം പറയണത് എന്താ? രോഗിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. കുറച്ച് സമയം, കുറേ സമയം ഇരിക്കൽ സുന്നത്താണ്. ആർക്ക്? രോഗിക്ക് നമ്മൾ ഇരുന്നാൽ ആശ്വാസമാവുമെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കാം. 2, രോഗിയുടെ അടുത്ത് പോയിട്ട് ഒന്നും തിന്നരുത്. ചില ആൾ 1 കിലോ മുന്തിരി വാങ്ങിയിട്ട് അവിടെ പോയിട്ട് 3/4 കിലോ തിന്നിട്ട് 1/4 കിലോ അയാൾക്ക് ബാക്കി വെച്ചിട്ട് വരുന്നതാണ്. ഭയങ്കരല്ല. വേറെ എവിടെയും സ്ഥലം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഹോസ്പിറ്റലിൽ വല്ല ബെഡും കിട്ടുമല്ല. അങ്ങനെയല്ല. 3ാമത്തേതാണ് ഈ പറയുന്നത്, രോഗിക്ക് പ്രയാസം തോന്നുന്നു ഒന്നും പറയരുത്. ആജിക്ക നിങ്ങൾ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് ബിസിനസ് എല്ലാം മൊത്തം ഡള്ള, ഇപ്പം അയാൾ എന്നെ ഡള്ളാളാൻ സാധ്യതയുണ്ട്. പറയരുത്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിക്കണം. രോഗിയോട് പാലിക്കേണ്ട അദബ് മാത്രം വിശദീകരിച്ച് ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർലി വൽ ഇയാദ. മുത്താല ഇത് നോക്കൂ, അടിപൊളി വിവരം. സാന്ത്വന വളണ്ടിയേഴ്സ് മുത്താലയുടെ കിതാബ്. വളണ്ടിയേഴ്സിന് തിരിയണില്ലെങ്കിൽ സോൺ പ്രസിഡന്റ് ദർശനം നടത്തി തരുമെന്നർത്ഥം. ഇത്രയും നല്ല കിതാബ്. അല്ലെങ്കിൽ ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് കിതാബ് എഴുതിയാൽ പിന്നെ നല്ലല്ലാണ്ടൊക്കെ വലിയ മിൻ ഔലിയാ ഇല്ലാ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെയും മക്കളെയും സ്വാലിഹീങ്ങളാക്കട്ടെ. ചേർത്ത് നിർത്തൽ ഈ നാട്ടിന് എൻ്റെ ഈ ആയതുകൊണ്ട് എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എന്താ ഉദ്ദേശം എന്ന് പറയാം? എല്ലാവരും ചേർത്ത് നിർത്താൻ പഠിക്കണം. എല്ലാവരും കൂടെ നിർത്തണം. മുതിർന്നവരോട്, ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒറ്റ കാര്യം, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം, അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ യുവത്വം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് തിമിർത്താടാനുള്ളതല്ല. പിന്നീട് നന്നാവാം എന്ന് ചിന്തിക്കുന്ന ശുദ്ധ അസംബന്ധം. ഏറ്റവും വലിയ പൊട്ടത്തരാണ് പിന്നീട് നന്നാവാം. കാരണം അല്യവും യൗമുക്, ടുഡേ ഈസ് യുവർ ഡേ. ഇന്നാണ് നിന്റെ ദിനം. നാളെ എന്നൊരു ദിവസം നമുക്കില്ല. നാളെ എന്നുള്ള ദിവസം മണ്ടന്മാരുടെ ദിവസം. നാളെ നാളെ നീളെ നീളേ. ഇന്നാണ് നമ്മുടെ ദിവസം.